എന്നാ ഉണ്ടാത്തെ എന്നാ പറ്റി പല്ലുവേനയാണ് ഇപ്പോഴും മാറിയില്ല മാറി പല്ലുവേനയില്ല പിന്നെന്നാ മോഹം ഭയങ്കര ശോകത്തിരിക്കുന്നു ശോകമൊന്നുമില്ല ഞാൻ നമ്മുടെ യൂട്യൂബിന്റെ പേജ് എടുത്ത് നോക്കുമായിരുന്നു നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായില്ലേ അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും നമുക്കാണെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ടൈമും ഇല്ല നമ്മുടെ വീഡിയോസ് കാണാത്തപ്പോൾ ആൾക്കാർ വിചാരിക്കും നമ്മൾ നിർത്തിയോ ടൈം കിട്ടാത്തതാണോ അതോ കണ്ടന്റ് ഇല്ലാത്തതാണോ പ്രശ്നം അങ്ങനെ വെച്ചാൽ രണ്ടും ഒരു കാരണമാണ് അയ്യോ കണ്ടന്റ് ഇല്ലെന്ന് പറഞ്ഞോട്ട് വീഡിയോ ഇനി ഇറക്കല്ലേ ഓൾറെഡി ഒരെണ്ണം ഇറക്കി അതിനകത്ത് കുറച്ച് ആൾക്കാർ എന്നെ സബ്സ്ക്രൈബും ചെയ്തു കുറച്ച് ലൈക്ക് ഇട്ട് പോയതാ ഇനി അതേ പിടിച്ചോണ്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഇറങ്ങി ദൈവത്തെ ഓർത്ത് ഇനി അതേ നീ ഇറക്കല്ലേ ഇല്ല ഇങ്ങനെ കളിയാക്കട്ടെ നീ ഒരു ഐഡിയ നോക്കട്ടെ നിന്റെ ഐഡിയ നോക്കട്ടെ ഐഡിയ ഒക്കെ ഇപ്പൊ എങ്ങനെയാ പറയുന്നത് നീ ഒരു ഐഡിയ പറയേ എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോ കണ്ടന്റ് ഇല്ല വീഡിയോ അല്ല ഇത് പുതിയ ഐഡിയ എന്നും പറഞ്ഞിട്ട് ഒരെണ്ണം കിടാം നീ ഐഡിയ പറ അപ്പൊ ആ വിഷയമില്ല അപ്പൊ ഒരു ഐഡിയ ഉണ്ട് എൻ്റെ ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്താ നമ്മുടെ കണ്ടന്റ് എല്ലാം വീഡിയോ വെച്ചിട്ടൊരു പരിപാടി ചെയ്യാം നമുക്ക് അതല്ല നീ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞു അതന്നെ കണ്ടന്റ് ഇല്ല മീഡിയയുടെ ബാനറിൽ പുതിയ വരുന്നു സബ്സ്ക്രൈബേഴ്സ് ഇല്ല അല്ലോ സബ്സ്ക്രൈബേഴ്സ് ഇല്ല നമുക്കുള്ള കാര്യമില്ലേ സബ്സ്ക്രൈബേഴ്സ് ഇല്ല നമുക്കറിയാവുന്ന കാര്യമല്ലേ അതിന് പിന്നെ കുഴപ്പമില്ല നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ല മീഡിയ കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച ഓടിക്കാമെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് അല്ലേ അപ്പൊ നമ്മൾ അന്നത്തെ പോലെ വീണ്ടും ഇതെടുത്തിട്ട് സബ്സ്ക്രൈബേഴ്സ് ഇല്ല അതൊന്നുമല്ല നീ പോകണ്ട ആൾക്കാർ ഇറങ്ങിപ്പോ മനുഷ്യ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേക്ക് നിങ്ങൾ ഒന്ന് അഭിനയിച്ച് തന്നാ മതി ഞാനുള്ള സ്ക്രിപ്റ്റും അതും ഇതും എല്ലാം ഞാൻ റെഡിയാക്കി തരാം നിങ്ങൾക്ക് എന്റെ കൂടെ ഒന്ന് അഭിനയിക്കാൻ പറ്റുമോ ഞാൻ ഇരുന്നൊക്കെ തരാം നീ എഴുതുവോ സ്ക്രിപ്റ്റ് ഒക്കെ നീ എഴുതും എന്നോടോ ഞാനതൊക്കെ പുലിയ ഞാൻ എഴുതുന്നു സത്യം നീ എഴുതി കാണിച്ചാ ഞാൻ അഭിനയിച്ചോ ചെല്ലേ ഓ കാണിച്ചേ കിട്ടിപ്പോയി മോനെ എന്റെ ഡയറിയിലൊക്കെ എന്താ എഴുതിയിട്ടുണ്ടല്ലോ ഇതല്ല കിട്ടിപ്പോയി മോനെ സീൻ 1 ഞാൻ പറയാം സീൻ 1 വേറെ ഒന്നുമല്ല സീൻ 1 സീൻ 1 2 3 എല്ലാം നീ പറയാം ഞാൻ പറയാം നിങ്ങൾ കേക്ക് സീൻ 1 വേറെ ഒന്നുമല്ല ഇപ്പൊ നമ്മൾ സംസാരിച്ചില്ലേ ഇത് തന്നെ നിങ്ങൾ ഇങ്ങനെ ശോകത്തിൽ ഇരിക്കുന്നു ഞാൻ നിങ്ങളോട് വന്ന് ചോദിക്കുന്നു പല്ലുവേനയാണെന്ന് ചോദിക്കുന്നു നിങ്ങൾ ഇതൊക്കെ തന്നെ നമ്മളിപ്പോ പറഞ്ഞ ഡയലോഗ് ഒക്കെ തന്നെ പറയുക സീൻ 1 ഓക്കെയാണ് നമ്മളിപ്പോ കാണിച്ച പോലെ കാണിക്കും ഓക്കെയാണ് നിങ്ങളൊന്ന് ശോകത്തിരുന്നു ഞാൻ നോക്കട്ടെ ശോകത്തിൽ എന്നൊക്കെ പറയുമ്പോ ഞാനിപ്പോ ഇവിടെ വീഡിയോ പിടിക്കുന്നു വിചാരിച്ചോളെ ശോകത്തിലിരിക്കണേ അയ്യോ ഇതാണ് ശോകം പിന്നെ വിങ്ങി പൊട്ടുന്നു ഇതാണ് ശോകം പിന്നെ ശോകം എന്ന് പറഞ്ഞ ശോകം ശോകം എന്ന് പറയാൻ സങ്കടം ഞാൻ ഇതൊക്കെ സിനിമയ്ക്കകത്ത് കണ്ടിട്ടുണ്ട് ജഗതിച്ചേട്ടൻ നമ്മളെ പഠിപ്പിച്ചാല് ഇതല്ല ശോകം ഇതല്ല ശോകം ശോകം പിന്നെ ഞാൻ കാണിച്ചത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇച്ചിരി ഒന്ന് വാ വിളിച്ചാ മതി ഇപ്പൊ ശോകം എന്ന് പറയുമ്പോ വിഷമം വരണ്ട വിഷമല്ല ഇപ്പൊ എന്റെ മുഖത്തൊക്കെ നിന്റെ മുഖത്തല്ല വിഷമം കാണുന്ന എന്റെ മുഖത്താ വിഷമം നിന്റെ വായി വിളിച്ച് എടി ഇങ്ങനെ ഒന്നല്ല ആ സമയത്ത് അഭിനയിക്കുമ്പോ ഞാൻ ചെയ്താൽ പോലും ഞാൻ ഇട്ടോളാം ഈ കാലത്ത് ഇങ്ങനെ ഇച്ചിരായിരുന്നു വിഷമിച്ചത് മോന്തൊക്കെ ഇങ്ങനെ അങ്ങനെ ചെയ്ത ശോകം ബാക്കി എഴുതിയിട്ട് നീ അത് മൊത്തത്തിലാക്കിയിട്ട് എന്നോട് പറഞ്ഞാൽ മതി എനിക്ക് നിങ്ങൾ എന്നിട്ട് ഞാൻ ഈ ബുക്ക് നിങ്ങളുടെ കയ്യിലോട്ട് അങ്ങ് തരാം നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ വേണ്ടേ അപ്പൊ നിങ്ങൾ ഞാൻ പറയുന്ന അങ്ങോട്ട് എഴുത് ഇവിടെ നിങ്ങളിപ്പോ എഴുതി ടിൻസി എന്ന് പറഞ്ഞ എഴുതിയതാ ലിജോ എന്ന് എഴുതുക 2 കോളം തിരിക്കുക അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയ തന്നെ പിടിക്കണം എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല എടാ ഫോളോവേഴ്സ് നോക്കാവുന്ന നീ പറയൂ 2K ഫോളോവേഴ്സ് എനിക്കുണ്ടോ ഉണ്ട് അതൊന്നും അറിയാതെ പോയോ എന്റെയാണ് നിങ്ങൾ കണ്ടോണേ ഫേസ്ബുക്കിൽ ഒരു 2500 ഇല്ല കേട്ടോ ഞാൻ ഒത്തിരി ഉണ്ടെന്ന് വിചാരിച്ചു 1K ഫോളോവേഴ്സ് 1K എഴുതും വരുന്നു പുലി വരുന്നു മോനെ ടിക്ടോക്ക് വരുന്നു ടിക്ടോക്ക് ചൈനീസ് ആപ്പ് ഇത് നീ ടിക്ടോക്ക് നോക്കെ 5K ഫോളോവേഴ്സ് 5K എടുക്കും മോനെ 5K നിന്റെ ടിക്ടോക്കിൽ അത് ഫേക്കാ അല്ലെ പിന്നെ യൂട്യൂബിൽ നിനക്ക് ഇത്ര ഇത് കൊടുത്തിട്ട് നിനക്ക് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് ഇതാകേണ്ട സമയമായില്ലേ അയ്യോ ടിക്ടോക്കിൽ വേഗം നമുക്ക് ഫോളോവേഴ്സ് കിട്ടും യൂട്യൂബില് നമ്മൾ നന്നായിട്ടിരുന്ന് കുത്തിയിരുന്ന് കഷ്ടപ്പെട്ടാൽ മാത്രമേ സബ്സ്ക്രൈബേഴ്സ് വരത്തുള്ളൂ അറിയാവോ
സബ്സ്ക്രൈബേഴ്സ് വരത്തുള്ളൂ. നിങ്ങൾ ഇത് കണ്ടോ? നീ ഇത് എഴുതിക്കൊണ്ടിരിക്കുക, ഞാൻ പറയട്ടെ, നീ ഇത് എഴുതിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ അടുത്ത എന്ത് വഴിയിൽ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കൂട്ടാം എന്നുള്ള കാര്യങ്ങൾ നീ പറ. എനിക്കോളം കഷ്ടപ്പെട്ട ഒരു വീഡിയോ ആക്കാന്ന് ചോദിച്ചപ്പോഴത്തേനും നേരമില്ല. പിടിച്ച് കാണാം. ഞാൻ വെച്ചത്തേക്ക് കൊണ്ടേതാക്കാം. അതെങ്കിലും കുറച്ച് നേരം വീഡിയോ വേണമെന്ന് ഞാൻ മനുഷ്യനെ ഒന്നും പിടിച്ചപ്പോൾ ഞാൻ പോയിട്ട് അതെ അതെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കാണ്ടല്ലോ. എന്നതാണ് നിനക്ക്? നമുക്ക് അടുത്തത് ഷൂട്ട് ചെയ്യണ്ടേ? നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നേ. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേക്ക്. ചുമ്മാ എന്നിട്ടുണ്ടെ ആൾക്കാർ വെറുതെ കളി ചെയ്യും കേട്ടോ. നമുക്ക് ഒന്നാമത് കണ്ടന്റ് ഇല്ല, ഒന്നാമത് ഇതെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ചെയ്യാന്ന് പറഞ്ഞല്ലോ. നീ അല്ലേ ഞാനിപ്പോ കുക്ക് ചെയ്യാൻ പറഞ്ഞു പോയി. അടുത്ത സീൻ നമുക്ക് ഷൂട്ട് ചെയ്യാം. അടുത്ത സീൻ എന്നാന്ന് വെച്ചാൽ നമുക്കിപ്പം മറ്റേ ടിക്ടോക്കിലും ഇൻസ്റ്റയിലും അതിനകത്തെല്ലാം ഫോളോവേഴ്സ് ഉണ്ടെന്നേ. നമ്മൾ അവിടെ നമ്മുടെ ഫ്രണ്ട്സിനെല്ലാം ഇങ്ങനെ കുത്തിയിരുന്ന് നമ്മൾ ടൈപ്പ് ചെയ്യണം. ചുമ്മാ ഇരുന്നാ പറ്റത്തില്ല, കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ടാലേ കാര്യമുള്ളൂ. മെസ്സേജ് അയക്കണം. എങ്ങനെയാണെന്നറിയോ? നമ്മുടെ ചാനലിൽ ലിങ്ക് കൊടുത്തിട്ട് ഇത് നമ്മുടെ പുതിയ ചാനലാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അറിയാവുന്നവർക്ക് ഷെയറും ചെയ്യണം. നിങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇതുപോലെ ടൈപ്പ് ചെയ്യണം. ഞാൻ പറയുന്ന പോലെ ടൈപ്പ് ചെയ്യണം. നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അറിയാവുന്നവർക്ക് ഷെയറും ചെയ്യണം. നിങ്ങൾ അവിടെ ഇരുന്ന് പറയണം, ഞാൻ അവിടെ ഇരുന്നിട്ട് പറയാം. അറിയാവുന്നവർക്കെല്ലാം അയച്ചു അയക്കാം. ഓക്കെ. നമ്മുടെ ചാനലിന്റെ ലിങ്ക് വെക്കണം അല്ലേ? ചാനൽ ലിങ്ക് വെക്കാതെ എങ്ങനെ മനസ്സിലാണ്? ചാനൽ ലിങ്ക് വെക്കണം. പ്ലീസ് സബ്സ്ക്രൈബ് ചാനൽ. ദിസ് ഈസ് അവർ ന്യൂ ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ്. ആടാ ഇത് നമ്മുടെ ഒരു ഫാമിലി ചാനലാണ്. ഞാനും നമ്മുടെ പിള്ളേരും ഒക്കെ ആയിട്ട് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനേ അയക്കട്ടെ. വാട്സപ്പ് ഗ്രൂപ്പിലും കുറെ ഗ്രൂപ്പില്ലേ, അതിനകത്ത് എല്ലാം അയച്ചിട്ടുണ്ട്. ചെയ്യുമായിരിക്കും ആൾക്കാർ. ഇത് കേൾക്കണോ? ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ടിനെ ഞാൻ അയച്ചു കേട്ടോ. നമ്മുടെ ചാനലാണ്, സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞത്. ഫ്രണ്ട് 4ാം ക്ലാസ് വരെ എന്റെ കൂടെ പഠിച്ച, LKG തൊട്ട് 4ാം ക്ലാസ് വരെ എന്റെ കൂടെ പഠിത്തം മതിയാഞ്ഞിട്ട് അവന് വന്ന് ഡിഗ്രി കാലഘട്ടം വന്ന് നിങ്ങളൂടെയും പഠിച്ച്. നമ്മള് കോമൺ ഫ്രണ്ടാ, അറിയാലോ. അവനയച്ചപ്പോ അവനയക്കും. അവൻ ഓഡിഷനും കളിക്കാൻ എന്നോട് തിരിച്ച്. സുരേഷ് ഗോപി ഇരിക്കുന്നു വിയർപ്പ് ഇങ്ങനെ ഭയങ്കര ഇതിലിരിക്കുക. ഓഡിഷനില് വിഷമിച്ചിരിക്കുന്നു സുരേഷ് ഗോപി. കണ്ടോ? വർഷങ്ങളായി മെസ്സേജ് അയക്കാത്ത ഫ്രണ്ട് പെട്ടെന്ന് ഹായ് അയച്ചപ്പോ ക്വസ്റ്റ്യൻ ആണ്. ആവശ്യം എന്തായിരിക്കും? ക്വസ്റ്റ്യൻ മാർക്ക്. കല്യാണം, മണി ചെയിൻ, കടം ചോദിക്കൽ, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഓപ്ഷൻസാ. എന്നിട്ട് അവൻ ഒരു ആക്കിയ ചിരി ആന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ മറുപടി എന്നാ കൊടുക്കണം? ഇത് നമ്മൾ എന്നറിയോ, എല്ലാരും ഇപ്പം കോമൺ ആയിട്ട് നടക്കുന്ന കാര്യമല്ലേ, അതുകൊണ്ടായിരിക്കും. നീ അവനോട് പറ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു ചെയ്യാം. എന്നിട്ട് നീ ചെയ്തോന്ന് ചോദിക്കാം. ചെയ്തല്ലോ. തമ്പ് കൂടി മോനെ കൂടി. സബ്സ്ക്രൈബേഴ്സ് ഞാൻ പറഞ്ഞില്ല, എന്റെ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് തമ്പ് വരുന്നുണ്ട്. പിന്നെ എനിക്കും കുറെ എണ്ണം വരുന്നുണ്ട്, കുറെ തമ്പും വരുന്നുണ്ട്. എന്നാന്ന് പറഞ്ഞാൽ എന്റെ പൊന്നച്ച ഇതിന്റെ ഷെയർ ഞാൻ തരത്തില്ല. നീ ഷെയർ തരണം. ഈ 200 പേരോട് ഞാനിപ്പോ ഇന്ന് കുത്തിയിരുന്നു പറഞ്ഞു. അവരൊക്കെ തന്നെ എനിക്ക് തമ്പുണ്ടാക്കി. ഞാൻ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ അയച്ചു, അവരെല്ലാം ചെയ്തിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സ്, എനിക്ക് വിശ്വാസം, അവരെല്ലാം ചെയ്തിട്ടുണ്ട്. ബാക്കി നിന്റെ പറഞ്ഞാൽ ചെയ്ത് കാണുമായിരിക്കും. എല്ലാം എന്റെ ആയിരിക്കത്തില്ല, 1-2 പേരൊക്കെ നിന്റെ ആണ്. പക്ഷെ അതൊക്കെ എന്റെ കൂടെ കോമൺ ഫ്രണ്ട്സ് ആയിരിക്കും. 1-2 പേര്. എന്റെ പൊന്നു മോനെ, ഈ 200 പേര് എന്റെ തന്നെ. അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ 300-400 ആയാലും ഇപ്പൊ നിങ്ങളൊരു 200 പേരോട് പറഞ്ഞു, ഞാനും 200 പേര്. എന്റെ 200 നീ പറഞ്ഞ മൊത്തം 20 നീ എടുത്തു. ബാക്കി എന്റെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫാമിലി ഇതെല്ലാം പറഞ്ഞിട്ടുള്ള അവരെല്ലാം ചെയ്തിട്ടുണ്ട്. അയ്യോ, അങ്ങനൊന്നും അല്ല. അതിങ്ങനല്ല. ഞാൻ ദിയാച്ചിനോടാണെങ്കിൽ നമുക്കൊരു 50 സബ്സ്ക്രൈബർ ആയപ്പോഴത്തേന് ദിയാച്ചിന് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞത്, അമ്മയെ നമുക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് കൂടിയതിന്റെ കാരണം എന്നാണ്. അവള് ചെയ്തല്ല, അവിടെ സ്കൂളിലെ പിള്ളേരെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ ഫ്ലാറ്റിലെ എല്ലാരും ചെയ്യിച്ചു. അവര് പോരാച്ചിട്ട് അവരുടെ താത്തേനെയും താത്തീനെയും അവരുടെ ബന്ധുക്കാർക്കെല്ലാം കൊടുത്തെന്ന്. ഞാനിപ്പോ ഇതാ എല്ലാം കൂടെ എങ്ങനെ വീതിക്കാനാ? ഞാൻ ഇങ്ങനെ തർക്കം വന്നാ ഞാൻ ചോദിക്കട്ടെ. എന്റെ ഫ്രണ്ട്സ് ചെയ്ത് എനിക്ക് അതിനകത്തൊരു സംശയമില്ല. എന്റെ ബന്ധുക്കൾ ചെയ്തിട്ടുണ്ട്, എന്റെ ഫാമിലിയിലുള്ള ആൾക്കാരും അവരെല്ലാം ചെയ്തിട്ടുണ്ട്. എന്റെ ബന്ധുക്കളൊക്കെ മോശമാണ്. എന്റെ ബന്ധുക്കളും ചെയ്തിട്ടുണ്ട്.
നിങ്ങൾ പോയി മറ്റേ നിന്റെ അത് ഞാൻ തർക്കം വേണ്ട അതിനകത്ത് ഇപ്പൊ ഇത് ചെയ്യാം. നമ്മളിപ്പോ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. ഇപ്പം ഇനി ചെയ്ത ആൾക്കാരും ചെയ്യാനുള്ള ആൾക്കാരും കാണും. അവരും എന്തായാലും ചെയ്യട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഇത് പറഞ്ഞ് അവസാനിക്കുന്ന രീതിയിൽ നമുക്ക് അതിന്റെ ചെയ്യാം. ക്ലൈമാക്സ് നമ്മളിങ്ങനെ ആക്കുന്ന രീതി ക്ലൈമാക്സ്. അപ്പൊ ഇത്ര നമുക്ക് കുറച്ചൊരു വീഡിയോ ആയി, ഒരു 8 മിനിറ്റിന്റെ വീഡിയോ ആകും. അതിനിപ്പോ നമുക്ക് കുഴപ്പമില്ല. അതിനുള്ളിൽ നമ്മൾ ഗ്രൂപ്പിലൊക്കെ അറിയിച്ചിട്ടുണ്ടല്ലോ, കുറെ പേര് എന്തൊക്കെ ചെയ്യുകയും ചെയ്യും. ഈ വീഡിയോ കൂടെ ഇറങ്ങി കഴിയുമ്പോൾ എന്തായാലും ചെയ്യും. നമുക്ക് നാളെ തന്നെ പ്ലാൻ ചെയ്ത് നാളെ തന്നെ സെറ്റ് ആക്കാം കേട്ടോ. നാളെ അങ്ങനെ ചെയ്യണ്ടേ? ഷൂട്ടിങ് കഴിഞ്ഞ മനുഷ്യ, ഷൂട്ടിങ് കഴിഞ്ഞ പിന്നല്ല ഞാൻ ഈ പറഞ്ഞതൊക്കെ ഓരോന്ന് നിങ്ങളെ തത്ത പഠിപ്പിക്കുന്നതിനെ പഠിപ്പിച്ച് ഒരു 5-6 ടേക്കും എടുത്ത് ഇതാകുമ്പോ നോർമലായിട്ട് നമ്മൾ പറയുന്നത് കഴിയും, ഷൂട്ടിങ് കഴിയും, വീഡിയോയോ ആയി, വൈകിട്ടത്തേക്ക് കുക്കിംഗ് കഴിഞ്ഞു. മുഖം പോലും കഴിയിട്ടില്ല. നീ എന്നോട് പിടിച്ചിരുത്തിയിട്ട് എന്തിനാ സുന്ദരനായിട്ട് എല്ലാരും കാണിക്കണം? ഇന്റെ സൗന്ദര്യത്തിലൊക്കെ കണ്ടാ മതി ആൾക്കാര് കേട്ടോ. അയ്യടാ, ഇതിപ്പോ നമ്മുടെ മറ്റേ പഞ്ചാബി ഹൗസിനകത്ത് കൊച്ചിൻ കനിക്ക് പറയത്തില്ല, പൊട്ടനും പോയി ചട്ടനും പോയി ബൊട്ടി കിട്ടി എല്ലാം അതുപോലെ കണ്ടന്റും കിട്ടി, വീഡിയോ ഷൂട്ട് ചെയ്തു, പണവും ലാഭം എല്ലാം